2025 ഓഗസ്റ്റ് മാസത്തിൽ അലസ്കയിൽ വെച്ച് നടന്ന റഷ്യൻ പ്രസിഡന്റ് പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ലോക നയതന്ത്ര ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചു. ഒരു ഔദ്യോഗിക കരാറോ സംയുക്ത പ്രസ്താവനയോ പത്രസമ്മേളനമോ ഇല്ലാതെ അവസാനിച്ച ഈ ഉച്ചകോടി ലോകത്തെ മുഴുവൻ ആശങ്കയുടെയും ആകാംക്ഷയുടെയും മുനയിൽ നിർത്തിയിരുന്നു. ഒരു കയ്യൊപ്പ് പോലും ഇല്ലാതെ അവസാനിച്ച ഈ കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ ഒരു പരാജയമായിരുന്നോ അതോ ഭാവിയിലേക്കുള്ള നയതന്ത്രപരമായ ഒരു തന്ത്രമായിരുന്നോ എന്ന ചോദ്യം ഇപ്പോഴും സജീവമാണ്. ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ നിശബ്ദതയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഉന്നതതല കൂടിക്കാഴ്ചകൾ വലിയ മാധ്യമ ശ്രദ്ധയും ഒപ്പിട്ട കരാറുകളും പ്രഖ്യാപനങ്ങളും കൊണ്ട് നിറഞ്ഞതായിരിക്കും. എന്നാൽ അലസ്കയിലെ ഉച്ചകോടി തികച്ചും വ്യത്യസ്തമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ തൃപ്തരാണെന്ന് മാത്രം റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു വലിയ തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. യുക്രൈൻ വിഷയത്തിൽ ഒരു സമാധാന ഉടമ്പടിക്ക് വഴിയൊരുക്കുന്ന പ്രാഥമിക ധാരണകൾക്ക് ഈ കൂടിക്കാഴ്ച വഴി തുറന്നുവെന്നും എന്നാൽ ആ വിവരങ്ങൾ പരസ്യമാക്കാതെ മുന്നോട്ട് പോകാൻ ഇരു നേതാക്കളും തീരുമാനിച്ചിരിക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ നിശബ്ദതയ്ക്ക് ഒരു പ്രധാന കാരണം മൂന്നാം കക്ഷികളെ, പ്രത്യേകിച്ച് യുക്രൈനെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ഒഴിവാക്കുക എന്നതാണ്. ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയാൽ അത് അനാവശ്യമായ തടസ്സങ്ങൾക്കും എതിർപ്പുകൾക്കും വഴിവെച്ചേക്കാം. അതുകൊണ്ട് രഹസ്യ ധാരണകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇരുവരും ലക്ഷ്യമിട്ടത്. ഇത് ട്രംപിനും പുടിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകമാവുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ച ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു. റഷ്യക്കെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളുമായി ഉണ്ടാകാമായിരുന്ന വ്യാപാര യുദ്ധം താൽക്കാലികമായി നീട്ടിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് ആഗോള വ്യാപാര രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമായിരുന്ന ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ ട്രംപിനെ സഹായിച്ചു. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇത് ട്രംപിന് നേട്ടമുണ്ടാക്കും. അതേസമയം പുടിൻ തന്റെ ദീർഘകാല താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ കൂടിക്കാഴ്ച ഉപയോഗിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രം പോരാ, ഒരു പൂർണ്ണ സമാധാന ഉടമ്പടി ഉണ്ടാകണമെന്ന റഷ്യയുടെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ട്രംപിന്റെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ റഷ്യൻ നിലപാടിനെ അമേരിക്ക നിശബ്ദമായി അംഗീകരിച്ചു എന്നാണ്. ഇത് യുക്രൈൻ, പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആദ്യം വെടിനിർത്തൽ പിന്നെ സമാധാനം എന്ന നിലപാടിൽ നിന്നുള്ള വ്യക്തമായ വൃതിചലനമാണ്. അലസ്കയിലെ ചർച്ചകൾക്ക് ശേഷം യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കാനുള്ള ഉത്തരവാദിത്തം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ കൈകളിലുമാണ്. ട്രംപും പുടിനും ചേർന്ന് ഒരു സമാധാന ചട്ടക്കൂട് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ സെലൻസ്കിയുടെ മുന്നിൽ ചില നിർണായക തീരുമാനങ്ങളുമുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ അടുത്ത ദൗത്യം യുക്രൈനെ, പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളെ ഒരുമിച്ച് ഈ നിലപാടിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇതിനായി ആഗസ്റ്റ് 18 സെലൻസ്കി ട്രംപിനെ കാണാൻ അമേരിക്കയിലേക്ക് പോകുന്നുമുണ്ട്. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ സെലൻസ്കി ചർച്ചകൾക്ക് വഴങ്ങാതെ നിബന്ധനകൾ നിരസിച്ചേക്കാം. ഇത് അമേരിക്കൻ യുക്രൈൻ ബന്ധങ്ങൾ വഷളാക്കുകയും ട്രംപിന്റെ ഭരണകൂടം ഈ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങാൻ കാരണമാവുകയും ചെയ്യും. ഇത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തവുമായിരിക്കും. അമേരിക്ക റഷ്യൻ ധാരണകളെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരാത്തതിനാൽ സെലൻസ്കിക്ക് കൂടുതൽ സമയം ആവശ്യപ്പെടാനും സാധിക്കും. അദ്ദേഹം ട്രംപുമായും പുടിനുമായും ഒരു ത്രികക്ഷി ഉച്ചകോടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടേക്കാം. അതുവഴി ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകാനും മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കും. ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച നടന്നാൽ ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ ഇതിനോടകം തന്നെ ട്രംപിന് ക്ഷണം നൽകിയിട്ടുമുണ്ട്. ഈ വേദി പുടിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. കാരണം സെലൻസ്കിയെ ഒറ്റപ്പെടുത്താനും റഷ്യൻ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധിക്കാനും ഇത് അവസരം നൽകും. എന്നാൽ ഈ സാധ്യതകളെല്ലാം നിലവിൽ ഊഹാപോഹമായി മാത്രം അവശേഷിക്കുന്നു. അലസ്ക ഉച്ചകോടി ഒരു അവസാനമായിരുന്നില്ല, മറിച്ച് ഒരു തുടക്കമായിരുന്നു. ഒരു കരാറും ഒപ്പുവെക്കാതെ, തീയതി പോലും നിശ്ചയിക്കാതെ അവസാനിച്ച ഈ കൂടിക്കാഴ്ച ലോക നയതന്ത്രത്തിന്റെ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. ട്രംപിന് വ്യാപാര യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനും പുടിന് സമാധാന ചർച്ചകളിൽ പുതിയ സാധ്യതകൾ കണ്ടെത്താനും സാധിച്ചു. എങ്കിലും നിർണായകമായ തീരുമാനം ഇനി സെലൻസ്കിയുടെ കൈകളിലാണ്. സെലൻസ്കി ചർച്ചകൾക്ക് വഴങ്ങിയാൽ യുദ്ധത്തിന് വേഗത്തിൽ അന്ത്യം കുറിക്കാൻ സാധിക്കും. എതിർത്താൽ അമേരിക്ക യുക്രൈൻ ബന്ധങ്ങൾ തകരും. കാലതാമസം വരുത്തിയാൽ നയതന്ത്രം സ്തംഭിക്കും. ഈ നീക്കങ്ങളെല്ലാം ഒരു നയതന്ത്ര ബ്ലോക്ക് ബസ്റ്റർ സിനിമ പോലെ പ്രവചനാതീതമായി തുടരുന്നു. ലോകം ഉറ്റുനോക്കുന്നത് ഈ കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നാണ്.